ക്ലാസ് ആയിട്ട് നമ്മുടെ ചെമ്മീൻ തേങ്ങ പെപ്പർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കഴിച്ചൊന്ന് നോക്കാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷെഫ്. ട്രാവൽ ഷെഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കോക്കനട്ട് പെപ്പർ പ്രോൺസ് തോരനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ കാണട്ടെ, എങ്ങനെയാണെന്ന് കാണട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രോൺസ്, അതായത് ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് മഞ്ഞളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചിരകിടുന്ന നല്ല അടിപൊളി തേങ്ങ, നമ്മുടെ നല്ല നാടൻ കോക്കനട്ട്, അതാണ് ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ കോക്കനട്ട് പെപ്പർ ഫ്രൈ ആണല്ലോ, അപ്പോൾ കോക്കനട്ട് എന്തായാലും മസ്റ്റാണ് നമ്മുടെ ഈ ഡിഷ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചില്ലി, എരിവിനനുസരിച്ച് ചില്ലിയും കറിവേപ്പിലയും മല്ലിയിലേക്ക് വേണം. അതിങ്ങനെ കിടന്ന് എണ്ണയിലൊക്കെ ഇടുന്ന് ഇങ്ങനെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒരു പെപ്പറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അതിൽ പിടിച്ചാൽ പൊളിയായിരിക്കും. എല്ലാത്തിലും ചേർക്കുന്ന പോലെ തന്നെ നല്ല കുനുകുനാന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലായിട്ട് നമ്മളെല്ലാ കറികൾക്കും ചേർക്കുന്ന നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും. ആഹാ, ജിഞ്ചറും ഗാർലിക്കും ഇല്ലാണ്ട് എന്ത് കറിയല്ലേ, ഇനി എന്ത് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് സവാള, ഈ സവാള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നിങ്ങനെ ഗാർണിഷ് ചെയ്യാനും കുറച്ച് വറുത്തിട്ട് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സംഭവം പൊളിയായിരിക്കും ഉണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ആയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോവാം. ആദ്യം നമ്മൾ വാഷ് ചെയ്ത ആ ചെമ്മീൻ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ കോക്കനട്ട് ഇടുമ്പോൾ ആ ഉപ്പ് അങ്ങോട്ട് അതിലേക്ക് അങ്ങ് കയറി ചാടി ഓടി പിടിച്ചോളും. അതുകൊണ്ട് ഉപ്പ് അധികമായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അധികം എന്ന് വെച്ചാൽ അങ്ങ് വാരിടരുത് കേട്ടോ. പിന്നെ അതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ആഡ് ചെയ്യാം. മുളക് പൊടി നമ്മൾ അധികം ചേർക്കുന്നില്ല, പെപ്പറാണ് നമ്മുടെ ഇതിലെ മെയിൻ ഒരു കൂട്ടായിട്ട് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. നമുക്ക് പെപ്പർ അധികമായിട്ട് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് പെട്ടെന്ന് അങ്ങ് ചാടിക്കറി പിടിക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് ഇപ്പോഴും നമ്മൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കണം. അത് നന്നായിട്ട് അങ്ങോട്ട് അങ്ങ് മിക്സ് ചെയ്യണം. അതിൽ എല്ലാ സ്ഥലത്തും ഓരോ മീനിലേക്കും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കണം. സംഭവം കിടുവായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഫിഷില്ലേ, ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ ഫിഷ് ഒന്ന് അങ്ങോട്ട് ഇടാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, സ്ലൈറ്റായിട്ടൊന്ന് സോഫ്റ്റായ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ഫിഷ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഒരു ആവി വറക്കിൽ, എൻ്റെ പൊന്നി. പക്ഷെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന നമ്മൾ ഫിഷിൻ്റെ ഒരു മണം നമുക്ക് ചിലർക്കൊന്നും ഇഷ്ടാവത്തില്ല. എന്നാലും മീൻ അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ല കേട്ടോ, ചെമ്മീൻ പെപ്പർ ഫ്രൈ ഒക്കെ അടിപൊളിയായിരിക്കും. ഒരു പാത്രത്തിൽ എണ്ണ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ സവോള വറുത്തിരുന്നു, ആ എണ്ണയാണ് എടുത്തേക്കണം. അതിൽ ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ ചെറിയുള്ളി അങ്ങോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളിയായിട്ട് അങ്ങ് ആ എണ്ണയിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതായത് ഓയിലും ഉള്ളിയും തമ്മിലുള്ള ഒരു ബന്ധം നന്നായിട്ട് ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ അങ്ങ് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച മല്ലിയിലയും കറിവേപ്പിലയും ചില്ലിയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിടുക. ഇപ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ഇത് പ്രത്യേക സ്മെല്ല് തന്നെയാണ്. നമ്മുടെ ഇതങ്ങ് നന്നായിട്ട് അങ്ങ് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ആഡ് ചെയ്യണം. നമ്മുടെ കേരളത്തിന് സ്വന്തം തേങ്ങാപ്പീര അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ എണ്ണയൊക്കെ അതിൽ അങ്ങ് അബ്സോർബ് ആവും. നമ്മുടെ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ഓയിൽ അങ്ങ് വലിച്ച് അങ്ങ് എടുക്കും. പിന്നെ അതിൽ എണ്ണയുടെ ഭയങ്കര കുറവായിരിക്കും, പിന്നെ എണ്ണയൊന്നും കാണത്തില്ല. പ്രോൺസ് ആകുമ്പോഴേക്കും പെപ്പറൊക്കെ ഇടുമ്പോഴേക്കും ആ ഒരു ഓയിലും പെപ്പറും തമ്മിലൊരു നല്ലൊരു കോമ്പിനേഷൻ ടേസ്റ്റ് തന്നെ ഓട്ടോമാറ്റിക്കലി അത് വന്ന് വിടും. കോക്കനട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് കോക്കനട്ട് സെറ്റപ്പായിട്ട് അങ്ങ് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് പെപ്പർ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ അറിയണമല്ലോ, അതുകൊണ്ട് നന്നായിട്ട് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗരം മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം, ഓപ്ഷനിലാണ്, കുഴപ്പമില്ല. നന്നായിട്ട് ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോയിൽ ചെയ്ത് നമ്മുടെ സ്വന്തം ചെമ്മീൻ പ്രോൺസ് അതങ്ങോട്ട് ഇടുക. ഇത് ട്രാവലിംഗ് ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ട്രാവലിംഗ് ഷെഫ് റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്രയും മനോഹരമായിട്ടൊരു റെസിപ്പി തന്നെയാണിത്.
അപ്പോൾ ഇതൊന്ന് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് അതിങ്ങനെ ചൂട് ആയിട്ടൊന്ന് അങ്ങനെ ടോസ് ചെയ്ത് വരണം. അതിലങ്ങ് കിടന്ന് അങ്ങ് മിക്സ് ആവണം. നല്ല കേരള തനിമയുള്ള നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പെപ്പറിൻ്റെയും നല്ലൊരു ചെമ്മീനും ആ കോക്കനട്ടൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു കേരള തനിമ തന്നെയാണ്. അല്ലെങ്കിൽ നാടൻ ചെമ്മീൻ കൊണ്ടുള്ള ഇങ്ങനത്തെ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ കിടുവായിരിക്കും. ഇത് പക്ക ട്രഡീഷണൽ ഒരു ഫുഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതൊരു കോക്കനട്ട് ഫ്ലേവർ അടങ്ങുമ്പോൾ ശരിക്കും കോക്കനട്ട് നമ്മൾ മോസ്റ്റ്ലി കേരളക്കാർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് കോക്കനട്ട് പെപ്പർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായാലും സെർവ് ചെയ്യാം. നല്ല അടിപൊളി ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സംഭവം പൊളിക്കും. ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ പെപ്പർ പ്രോൺസ് തോരൻ അങ്ങോട്ട് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവോളയൊക്കെ കറി ചുറ്റും അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കറിവേപ്പിലയുടെ തണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മനോഹരമായ പ്ലേറ്റിംഗ് റെഡി. ഒരു കുന്ന് എവറസ്റ്റ് പൊങ്ങി കിടക്കുന്നോണം അതെങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടാവും. സംഭവം കലക്കും, അടിപൊളിയാണ്. ഇതെൻ്റെ ഒരു ട്രാവലിംഗ് ഷെഫ് റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് പൊളിക്കും. അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.